സംബന്ധിച്ച് വലിയ കുതിച്ചുചാട്ടത്തിന് നമ്മുടെ ബിസിനസ് തുടങ്ങി. ശരിയാണല്ലേ? ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ്ണ കാലഘട്ടത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന 50% പ്രോഡക്റ്റ് ഏതാണ്? ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകളാണ്. അതിന്റെ സുവർണ്ണ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ച വ്യക്തികളാണ് നമ്മൾ ഓരോ വ്യക്തികൾ. ഇതെല്ലാം നേട്ടമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, സാർ ഞാൻ രക്ഷപ്പെട്ടു, നാളെ എന്റെ 100 വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. എവിടെ? മറ്റേ സെൻട്രൽ സ്റ്റേഡിയം തിരുവനന്തപുരത്ത്. ഞാൻ രക്ഷപ്പെട്ടു, 100 പേര് പങ്കെടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? കാരണം എനിക്ക് ഇനി 25 ഇരട്ടി ബിസിനസ് വരും. എന്താണ് ആൾ പറഞ്ഞത്? ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ 100 പേര് അവിടെ പങ്കെടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ 25 ഇരട്ടി ബിസിനസ് ആവാൻ പോകില്ല. ഈ എല്ലാ അനുകൂല സാഹചര്യത്തിലെ ബിസിനസ് ആക്കി മാറ്റാനുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ കാര്യം നടക്കുള്ളൂ. ശരിയാണല്ലേ? അല്ലാണ്ട് നാളെ സെൻട്രൽ സ്റ്റേഡിയത്തില് നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഉദ്ഘാടനം കണ്ടു വന്നു കഴിഞ്ഞാൽ മാത്രം ബിസിനസ് ആവോ? ഇല്ലല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അനുകൂല സാഹചര്യങ്ങളെ ബിസിനസ് ആക്കി മാറ്റാനായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. ഒന്ന് കൈയടിച്ചേ. മന്ദക്ഷീണം എന്താണ് ഇത്ര ക്ഷീണിക്കാൻ കാരണം? ആ പഠനമാണ് ഞാൻ ബിസിനസ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്ന ഈ ഹാളിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ലീഡേഴ്സ് എല്ലാവരും തന്നെ ആ കാര്യം കണ്ടതുകൊണ്ടായിരിക്കും. അതിലൊരു കാര്യം എനിക്ക് കിട്ടിയ തിരിച്ചറിവ് കിട്ടിയത് വേറെ മറ്റൊന്നുമല്ല, ഇന്ന് ലോകത്തിൽ അതർ പീപ്പിൾ ടൈം, അതർ പീപ്പിൾ ടാലന്റ് മുതൽ മുടക്കില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏക ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണെന്നുള്ള ബോധ്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇന്ന് മറ്റുള്ള വ്യക്തികളുടെ കഴിവും സമയം നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മുതൽ മുടക്കില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏക ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് മറ്റുള്ള വ്യക്തികളുടെ കഴിവും സമയം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള മേഖലയിലാണെങ്കിൽ നിങ്ങൾക്ക് 10 പേരുടെ കഴിവും സമയം ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? ഒരു ചെറിയ തൊഴിൽ സ്ഥാപനം തുടങ്ങേണ്ടി വരും. ശരിയാണല്ലേ? അത് മുതൽ മുടക്കിയാണ് തൊഴിൽ സ്ഥാപനം തുടങ്ങുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണ്ടി വരും? നമ്മളവിടെ 10 പേരെ തൊഴിൽ വെക്കേണ്ടി വരും. അവർക്ക് മന്ത്ലി സാലറി കൊടുക്കേണ്ടി വരും. ശരിയാണല്ലേ? ഇവിടെ നമ്മളെ സംബന്ധിച്ച് 10 പൈസ പോലും മുതൽ മുടക്കില്ലാണ്ട് ആർക്കും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സാലറി കൊടുക്കാണ്ട് മറ്റുള്ള വ്യക്തികളുടെ കഴിവ് സമയം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ബോധ്യമാണ് ഞാൻ ഈ ബിസിനസ് കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു മധു മാവേലി സാറും അശോകൻ സാറും ഇവിടെയുള്ള അജയൻ സാറും സിന്ധു മേഡവും ഈ പറയുന്ന ആർട്ടിസ്റ്റുകളാവുന്ന വ്യക്തികളെല്ലാവരും തന്നെ ഈ ബിസിനസ് ഫുൾ ടൈം, ആർഷിമൊക്കെ ആയാലും ഫുൾ ടൈം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുകളിൽ അലിസാറിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് സീരിയസ് ആയിട്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബോധ്യമാണ്. ഈ പറയുന്ന മറ്റുള്ള വ്യക്തികളുടെ കഴിവും സമയവും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ലോകത്തിൽ മുതൽ മുടക്കില്ലാത്തൊരു ബിസിനസ് ആണ് നമുക്ക് മനസ്സിലായി. ഈ കമ്പനി മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് അതിന് പറ്റിയൊരു കമ്പനിയാണ് മനസ്സിലായി. ഈ മറ്റുള്ള വ്യക്തികളുടെ കഴിവും സമയം ഉപയോഗപ്പെടുത്തണം. എന്ത് വേണം നമുക്ക്? എന്ത് പറ്റി മാഡം? വെള്ളമാണോ? ഫോൺ കൊടുക്കാൻ നിങ്ങൾ അനാവശ്യമായിട്ട് മറ്റേ ഈ കാര്യത്തിൽ ഇങ്ങനെ കണ്ണെ കൂടുതൽ തേച്ചോണ്ടിരിക്കുന്നത് കണ്ണുപൊള്ളി പോവും. മനസ്സിലായോ? പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉറക്കം മാറാൻ വേണ്ടിയേ ഇത് ഇങ്ങനെ തേക്കുന്നുണ്ട് കണ്ണയിലും മൂക്കയിലും പോകത്തൊക്കെ. അതിന് പരിധിയുണ്ടാ. പൊള്ളിച്ചു കളയല്ലേ? ഫേമസ് ക്രീമൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി അത് തേച്ച് പൊള്ളിക്കില്ല. എന്ത് വേണം? മറ്റുള്ളവർ വേണം. ഇതല്ല സത്യം. മറ്റുള്ള വ്യക്തികളുടെ കഴിവും സമയം നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മറ്റുള്ള വ്യക്തികൾ വേണം. അതായത് നമുക്കൊരു ടീം വേണം. ഇതാണ് കറക്റ്റ് കാര്യം. ശരിയാണല്ലേ? നമുക്ക് ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും നമുക്ക് നമ്മുടെ മാൻ പവർ, അതർ പീപ്പിൾ ടൈം, അതർ പീപ്പിൾ ടാലന്റ് ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു ടീം വേണം. ക്ലിയർ ആയോ? ഈ കമ്പനിയുടെ റീറ്റെയിൽ പ്രോഫിറ്റ് അല്ലാത്ത ഏത് ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിലും ടീം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ ഇനി ബോധ്യപ്പെടുത്താൻ പോവുകയാണ്. കാരണം ഇത് പറയുന്ന സമയത്ത് വലിയ രീതിയിൽ പകച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. എനിക്ക് ഇവിടെ ഇന്ന് നോക്കുന്ന സമയത്ത് മോൻ കാണാൻ പറ്റുന്നുണ്ട്. പല വ്യക്തികൾ അന്തം വിട്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഞങ്ങളോട് ഇങ്ങനെയല്ലോ പറഞ്ഞ. ഒരു 3-4 ദിവസം മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, 2 ഡേ ക്യാമ്പ്. അവർ പറഞ്ഞ കാര്യം ഞങ്ങളോട് ഇങ്ങനെയല്ല പറഞ്ഞത്. ആഴ്ചയിലും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആഴ്ചയിൽ ബാങ്കിൽ വരും. ഇടയ്ക്കൊന്ന് ബാങ്കിൽ പോണ്ടി വരും പൈസ എടുക്കാൻ വേണ്ടി. അതൊരു ബുദ്ധിമുട്ടാണോ? ഇങ്ങനെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞ. ഏത് ആഴ്ചയിൽ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ആ പൈസ കിട്ടുന്ന സമയത്ത് ബാങ്കിൽ വരുന്ന പോണ്ടി വരും. അപ്പൊ ഏതൊരു ചേച്ചി പറഞ്ഞു,
ഞങ്ങളുടെ ബാങ്ക് രണ്ടാമത്തെ നിലയിൽ എനിക്കാണ് ഈ കാലിന്റെ മുട്ടി, അതിനും പരിഹാരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു വരുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളെ സംബന്ധിച്ച് എന്റെ ലീഡർ ഇന്നെ കാണാൻ വന്ന സമയത്ത് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇദ്ദേഹം പറയുന്ന കാര്യം റീറ്റെയിൽ പ്രോഫിറ്റ് അല്ലാത്ത എന്ത് ബെനിഫിറ്റ് കിട്ടണമെങ്കിലും നമുക്ക് എന്ത് വേണം? ടീം വേണം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഞാൻ അവരോട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തു. അത് നിങ്ങളോട് പറയണം. എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. അതായത് എന്നെ 1ാം ക്ലാസ്സിൽ മുതൽ എൻ്റെ കോളേജ് ജീവിതം വരെയുള്ള കാലഘട്ടത്തിൽ പഠിപ്പിച്ച അധ്യാപകരുടെ ഏകദേശം എല്ലാവരുടെയും ഓർമ്മയുണ്ട്, മുഖവും ഓർമ്മയുണ്ട്. അതിൽ ഏകദേശം 10-40% വ്യക്തികൾ മരണപ്പെട്ടുപോയി. പ്രായമായ വ്യക്തികളൊക്കെ, ചെറിയ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പലരും മരണപ്പെട്ടുപോയി. എല്ലാവരും പേര് എനിക്കറിയാം. അതായത് എന്നെ 1ാം ക്ലാസ് പഠിപ്പിച്ച ഒരു ടീച്ചറുടെ പേര് എൽസി ടീച്ചർ എന്നാണ് പേര്. ആ ടീച്ചർ 1ാം ക്ലാസ്സിൽ ചെന്ന് ചേർന്ന സമയത്ത് പഠിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നാണ് പഠിപ്പിച്ചത്. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കൈവന്നിച്ചേ കാണട്ടെ. ധൈര്യമായിട്ട് വന്നിട്ട് കയ്യേ. സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പഠിപ്പിച്ചു. 5ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർ കാർത്തിയാനി എന്ന് പറഞ്ഞ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത്. ആ ടീച്ചർ നേരെ വിപരീതമായിട്ടാണ് പഠിപ്പിച്ചത്. മനസ്സിലായ? ടീച്ചർ പറഞ്ഞ കാര്യം സൂര്യൻ കിഴക്ക് ഉദിക്കുന്നില്ല, പടിഞ്ഞാറും അസ്തമിക്കുന്നില്ല, സൂര്യൻ നിശ്ചലമായിട്ട് നിൽക്കുന്നു, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു പഠിപ്പിച്ചു. ഇത് ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ്. സൂര്യൻ കിഴക്ക് വെച്ച് പടിഞ്ഞാറ് അസ്തമിക്കണ്ട ഇല്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾ അത് ശരിയാന്ന് പറയാണ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നില്ല, പടിഞ്ഞാറ് അസ്തമിക്കുന്നില്ല, സൂര്യൻ നിശ്ചലമായിട്ട് നിൽക്കുന്നു, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ 1ാം ക്ലാസ്സിലുള്ള കൊച്ചിനെ ചിലപ്പോൾ ഇത് പഠിപ്പിച്ചാൽ ആ കൊച്ചു കറങ്ങി ചിലപ്പോൾ എന്ത് സംഭവിക്കും? കറങ്ങി വീഴാൻ സാധ്യത. ശരിയാണല്ലേ? അതിന് യാഥാർത്ഥ്യം പഠിപ്പിച്ചപ്പോഴാണ് 5ാം ക്ലാസ്സിലെ പഠിപ്പിച്ച. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ അവരോട് പറഞ്ഞത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ ഏതെങ്കിലും ലീഡറോ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറോ ഒക്കെ മീറ്റിംഗ് വന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർത്തിയാൻ ടീച്ചർ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് കേട്ടോ. എൽസി ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യമില്ല, കറക്റ്റ് കാര്യം കേട്ടോ. ഈ കാര്യം കേട്ടാൽ മതി. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കമ്പനിയുടെ റീപർച്ചേസ് ചെയ്ത് റീറ്റെയിൽ പ്രോഫിറ്റ് അല്ലാത്ത എല്ലാ ബെനിഫിറ്റും കിട്ടണമെങ്കിൽ എന്ത് വേണം? ടീം വേണം. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇവിടെ നിന്ന് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹാളിൽ ഇരിക്കുന്ന 99% വ്യക്തികളും മധു മാവേലി സാർ വിളിച്ചപ്പോൾ എവിടെ ഉണ്ടായിരുന്നു? ഈ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? റിക്രൂട്ട്മെന്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശരിയാണല്ലേ? നമ്മൾ ഈ കമ്പനിയെ സംബന്ധിച്ച് ഈ പറയുന്ന അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാ വ്യക്തികൾക്കും ടീം ഉണ്ടാക്കാം. എല്ലാ വ്യക്തികൾക്കും ടീം ഉണ്ടാക്കാം. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാ വ്യക്തികളുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളോട് പലരും പറയാനുള്ള കാര്യം, ഞാൻ ധാരാളം വ്യക്തികളോട് ബിസിനസ് സംസാരിച്ചു, ആരും ഇത് ഉൾക്കൊള്ളുന്നില്ല, കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറയാറില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കമ്പനിയിൽ ഒരാഴ്ചയിൽ എത്ര തുക തരാമെന്നാണ് പറയുന്നത്? ഒരാഴ്ച എത്ര തുക വരെ കിട്ടാമെന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? എത്ര വേണം? 2,10,000 കിട്ടാന്ന് പറഞ്ഞ ആ 2 വെട്ടിക്കളഞ്ഞേ ബാക്കി എത്രയുണ്ട്? ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പേടിച്ച് തകർന്നി വീണ്ട. 2 വെട്ടിക്കളഞ്ഞ ബാക്കി എത്രയുണ്ട്? 10,000 ഉണ്ട്. 4 ആഴ്ച കിട്ടുകയാണെങ്കിൽ എത്രയായി? 40,000 ഉണ്ട്. 40,000 രൂപ എക്സ്ട്രാ ഇൻകം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, വേണ്ടപ്പെട്ട വ്യക്തികൾ, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വ്യക്തികൾ ഈ നാട്ടിലുണ്ടോ? ഇല്ലേ? ഉണ്ട്. ശരിയാണല്ലേ? ഉണ്ട്. നിങ്ങൾ റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ 99% വ്യക്തികളും സ്റ്റേജിലുണ്ടായിരുന്നു. ഇത് നമുക്ക് പ്രാവർത്തികമാക്കണം. ഇതൊരു സത്യമല്ലേ? ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അവരെ ഉൾക്കൊള്ളിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും കൃത്യമായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഒരു സത്യം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് സാധിച്ചിട്ടില്ല. അവരെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. എന്നോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ സംസാരിച്ചു സാർ. 2.5 മണിക്കൂർ സംസാരിച്ചു. മണിക്കൂറിന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല കേട്ടോ. ചില വ്യക്തികൾ പറയുന്നത് 3.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു, സ്റ്റാർട്ട് ചെയ്തില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-10 മാറ്റിയെടുത്ത് ആഴ്ചയിൽ 10,000 40,000 മന്ത്ലി ഇൻകം കിട്ടുമെന്ന് ബോധ്യപ്പെടുത്താനും ഉൾക്കൊള്ളിപ്പിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ നാട്ടില് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ.
നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, വേണ്ടപ്പെട്ട വ്യക്തികളായിട്ട്. ഇതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് നമുക്ക് പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞു. ഇത് സാധിക്കണം. അതിനുള്ള ചില മാർഗങ്ങളാണ് ഈ ഒരുക്കാനായിട്ട് പോകുന്നത് GRB ബിസിനസ് ഗ്രൂപ്പ്. ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരു 4 മാസം കൊണ്ട് ഒരു ടീമിനെ എല്ലാ വ്യക്തികളും ഉണ്ടാക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് GRB ബിസിനസ് ഗ്രൂപ്പിന്റെ ലീഡേഴ്സ്. നിങ്ങളതിന് തയ്യാറാണോ? തയ്യാറാണെങ്കിൽ അത് കൈയടിച്ചേ. ഇത് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മള് ചില പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഹാളിൽ നിന്ന് ഞാൻ